ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ PYQലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ന്യൂ SCERT സോഷ്യൽ സയൻസിലെ 5th സ്റ്റാൻഡേർഡിലെ ലാസ്റ്റത്തെ ചാപ്റ്ററാണ്. ചാപ്റ്റർ 11 നിയമവും സമൂഹവും. അപ്പം 10 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബേസിക് സയൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക, പ്ലേലിസ്റ്റ് കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് പാഠത്തിലേക്ക് പോകാവേ. ആദ്യം കുട്ടികൾ കളിക്കുന്ന ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അവർ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് കുറിച്ച് ചോദിച്ചിരിക്കുകയാണ്. അപ്പം നിയമം എന്താണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആദ്യമേ നമുക്ക് നോക്കാം. സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. എന്താണ്? സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. മനുഷ്യർ സാമൂഹിക ജീവികളാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമാണ്. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ. അപ്പം നിയമത്തിനെ കുറിച്ചുള്ള ഈ ഡെഫിനിഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. എന്താണ് നിയമം എന്ന് വെച്ചിട്ട്? ഓക്കെ, അപ്പം സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. ഓക്കെ, ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്കുമേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം പൊതു താൽപ്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായിരുന്നു. ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത്. ഓക്കെ, ഇനി നിയമങ്ങൾ പാലിക്കാതിരുന്നാൽ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുക? നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു. അതിനാൽ നിയമലംഘനം ശിക്ഷാർഹമാണ്. ഓക്കെ, ഇനി നിയമങ്ങൾ പ്രധാനമായിട്ടും 2 രീതിയിലാണ് രൂപപ്പെടുന്നത്. ഏതാണ് 2 രീതി? സാമൂഹിക വഴക്കങ്ങൾ കൂടി രൂപപ്പെടുന്ന നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുന്ന നിയമങ്ങളുമുണ്ട്. എന്താണ് സാമൂഹിക വഴക്കങ്ങൾ? ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടാവുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. ഓക്കെ, അപ്പം സാമൂഹിക വഴക്കങ്ങൾ എന്താണ്? അലിഖിത നിയമങ്ങളാണ്. ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടാവുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. ഓക്കെ, പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ്. ഇനി ഇവ പൊതുവെ കൃത്യമായി എഴുതപ്പെടാത്തവയായിരുന്നു. അപ്പം സാമൂഹിക വഴക്കങ്ങൾ കൃത്യമായി എഴുതപ്പെടാത്തവയായിരുന്നു. അവർ പ്രാക്ടീസ് ചെയ്ത് പോരുന്നത് പിന്നീട് അതൊരു നിയമമായിട്ടങ്ങ് മാറുകയാണ് ചെയ്തത്. ഓക്കെ, സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമായിരുന്നു അവ നടപ്പിലാക്കിയിരുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നിത്യജീവിതത്തിൽ പരിചിതമായ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ്? ഗതാഗത നിയമങ്ങളുണ്ട്, വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളുണ്ട്, ബാലാവകാശ നിയമങ്ങളുണ്ട്, അങ്ങനെ പല പല നിയമങ്ങളുണ്ട് അല്ലേ. ഇനി ബോക്സിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. ഒരു രാഷ്ട്രം എന്താണെന്നാണ് പറയുന്നത്? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രമെന്ന് പറയുന്നത്. ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹം, അതാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. അപ്പോൾ നമുക്ക് ചോദിക്കാം, രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് ഏവ, ഉൾപ്പെടാത്തത് ഏവ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ജനസംഖ്യയുണ്ട്, ഭൂപ്രദേശമുണ്ട്, ഗവൺമെൻറ് ഉണ്ട്, പരമാധികാരമുണ്ട്. ഇതിത്രയുമാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. എന്താണ് രാഷ്ട്രം? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാമാണ്? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം. ജനസംഖ്യ ഉണ്ടാകണം, ഒരു ഭൂപ്രദേശം ഉണ്ടാകണം, ഇതിനെ നോക്കി നടത്താൻ ഒരു ഗവൺമെൻറ് ഉണ്ടാകണം, ഗവൺമെൻറ്റിന് പരമാധികാരം ഉണ്ടാകണം. അപ്പം ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം, ഇതിത്രയുമാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പം രാഷ്ട്രത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാണ്? നിയമനിർമ്മാണ സഭകൾ വഴിയാണ്. ഓക്കെ, കേന്ദ്രത്തിലെ നിയമനിർമ്മാണ സഭ ഏതാണ്? പാർലമെൻറ്റാണ്. സംസ്ഥാനങ്ങളിലാണെങ്കിൽ നിയമസഭയാണ്. ഓക്കെ, അപ്പം ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെൻറ്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിനാവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്.
ഗവൺമെൻറ്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. അപ്പം ഗവൺമെൻറ് നിർമ്മിക്കുന്ന നിയമങ്ങൾ കൂടാതെ പൊതുജനാഭിപ്രായം മാനിച്ചും നിയമങ്ങൾ നിർമ്മിക്കപ്പെടാറുണ്ട്. ഓക്കെ, കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകളിൽ കൂടിയും നിയമങ്ങൾ രൂപപ്പെടാറുണ്ട്. അപ്പം എങ്ങനെയാണ് പൊതുജനാഭിപ്രായം മാനിച്ചും നിയമങ്ങൾ രൂപീകരിക്കാറുണ്ട്? കോടതി ഇടപെടലുകളിൽ കൂടിയും നിയമങ്ങൾ നിർമ്മിക്കപ്പെടാറുണ്ട്. ഓക്കെ, ഇന്ത്യൻ പാർലമെൻറ്റ്, കേരള നിയമനിർമ്മാണ സഭ രണ്ടിൻ്റെയും പിക്ചർ കൊടുത്തിരിക്കുകയാണ്. ഇനി കുറച്ച് സയൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? സിഗ്നൽസും സയൻസും കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഓരോ സിഗ്നലും എന്താണ് കാണിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്തരം അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന നിയമങ്ങൾ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ടത് അനിവാര്യമാണ്. റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതവുമാക്കുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ. എന്താണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ? റോഡ് ഗതാഗതം സുഗമവും അപകടരഹിതവുമാക്കുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ചിട്ടുള്ള നിയമങ്ങളാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ. കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും ഈ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം കാൽനട യാത്രക്കാരും വാഹനങ്ങൾ ഓടിക്കുന്നവരും ഗതാഗത നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഗതാഗത നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെ സ്വന്തം സുരക്ഷയും മറ്റുള്ളവരുടെ സുരക്ഷയും ഉറപ്പാക്കാൻ കഴിയുന്നു. ഓക്കെ, ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ട് നടക്കുമ്പോൾ പാലിക്കേണ്ട റൂൾസൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്ക് ആവശ്യമില്ലാതൊന്നും. ഓക്കെ, ഇനി നിയമവും സൈബർ ലോകവും. എത്ര ടെക്നോളജിക്കലി അപ്ഡേറ്റഡ് ആയെന്ന് പറഞ്ഞാലും ഓൺലൈൻ തട്ടിപ്പുകളിൽ ഇപ്പോഴും ആളുകൾ ഇരയാകുന്നുണ്ട് അല്ലേ. അപ്പം അതിന് എക്സാമ്പിളായിട്ടുള്ള കുറച്ച് ന്യൂസ് കട്ടിങ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സൈബർ തട്ടിപ്പ്, വിദേശ പൗരൻ അറസ്റ്റിൽ, ഓൺലൈൻ ഇടപാട് നടത്തുന്നവർക്ക് ലക്കി കൂപ്പൺ അയച്ച തട്ടിപ്പ്, ജാഗ്രത പാലിക്കുക, വീഡിയോ കോളിലും വ്യാജൻ, അങ്ങനെ കുറച്ച് കട്ടിങ്സ് കൊടുത്തിരിക്കുകയാണ്. നവമാധ്യമങ്ങളിലൂടെ എത്രയെത്ര തട്ടിപ്പുകളാണല്ലേ. ഇവ നിയന്ത്രിക്കാൻ നിയമങ്ങളുണ്ടോ? ഇൻ്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ച നിയമമാണ് വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. അപ്പം എന്നാണ് IT ആക്ട് വന്നത്? എന്നാണ്? 2000-ലാണ് അല്ലേ, വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. ഓക്കെ, ഇതുപോലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പലവിധങ്ങളിലുള്ള നിയമങ്ങളുണ്ട്. നോക്കിയേ, വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 വിവരസാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായിട്ട് നിലവിൽ വന്ന നിയമമാണിത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു ടോൾ ഫ്രീ നമ്പർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗവൺമെൻറ്. എത്രയായിരുന്നു? 1930 ആയിരുന്നു. 1930 ആയിരുന്നു. ഓൺലൈൻ തട്ടിപ്പുകൾ, സൈബർ തട്ടിപ്പുകൾക്ക് എതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ 1930. ഓക്കെ, നോക്കിയേ മറ്റ് നിയമങ്ങളൊക്കെ നോക്കിയേ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ, കുട്ടികളും അവകാശങ്ങളും. ഓക്കെ, സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഇതുകൂടാതെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. ആദ്യത്തേത് നോക്കിയേ, 1986 ബാലവേല നിരോധന നിയമം. എത്ര വയസ്സ് മുതലാണ് ബാലവേല നിരോധന നിയമം? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് എന്നതാണ് ബാലവേല നിരോധന നിയമം 1986. ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ്. ഓക്കെ, ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. മൗലിക കടമകളിനകത്ത് വരുന്നതാണല്ലേ. മൗലിക അവകാശങ്ങൾ 21A മൗലിക കടമകൾ 51A കെയ്ക്കകത്ത് വരുന്നതുമാണ്. എന്താ? വിദ്യാഭ്യാസ അവകാശ നിയമം 2002 86 ഭേദഗതിയിലൂടെ പാസ്സാക്കുകയും 2009 നിയമം വരികയും 2010 നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തിരുന്നു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. ഓക്കെ, ബാലാവകാശ സംരക്ഷണ നിയമം. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ബാലനീതി നിയമം. ബാലനീതി നിയമം എന്നാണ്? 2015-ലാണ്. 2015 ഇയേഴ്സ് എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. ഒരു ഷോർട്ട് നോട്ട് എടുത്ത് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത ഇയറൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പം ബാലനീതി നിയമം 2015. ബാലനീതി നിയമം 2015. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമമനുസരിച്ച് ശിക്ഷാർഹമാണ്.
അപ്പോൾ എന്തൊക്കെയാണ് ശിക്ഷാർഹമായ കാര്യങ്ങൾ? കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അവയുടെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ്. ഏത് നിയമമാണ്? ബാലനീതി നിയമം 2015. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ഓക്കെ. അടുത്തത് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആഘോഷിക്കുന്നു. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നു. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. അടുത്തത് പോക്സോ ആക്ടിനെ കുറിച്ച് പറയുകയാണ്. എന്താണ് പോക്സോ ആക്ട്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. എന്താണ് പോക്സോ? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ലിംഗപദവി വ്യത്യാസം ഇല്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 വരുന്നത്. 2012 നവംബർ 14 വരുന്നത്. ഓക്കെ. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പം ഏത് ഉടമ്പടി ബേസ് ചെയ്താണ് പോക്സോ ആക്ട് വന്നത്? അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയത്. 18 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളും, ആൺപെൺ വ്യത്യാസമുണ്ടോ? ഇല്ല, ജെൻഡർ ന്യൂട്രലാണ്. ആണായാലും പെണ്ണായാലും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് പോക്സോ ആക്ട് 2012. നവംബർ 14 നിലവിൽ വന്നത്. ഓക്കെ. അടുത്തത് നിയമവാഴ്ച. നിയമവാഴ്ചയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 14. ഓക്കെ. വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഈ നിയമങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹിക ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരരും തുല്യരാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച. അപ്പം എന്താണ് നിയമവാഴ്ച? നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യത്തിനെയാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. ഇനി തർക്കപരിഹാര സംവിധാനങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഓക്കെ. സമൂഹത്തിൽ തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടാകുമ്പോൾ നിയമവാഴ്ച ഉറപ്പുവരുത്താനായി അവയ്ക്ക് പരിഹാരം കാണാനും ഏതെല്ലാം സംവിധാനങ്ങളാണ് നാം സമീപിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജാഗ്രതാ സമിതികളെ സമീപിക്കാറുണ്ട്. അതേകണക്ക് ജനപ്രതിനിധികളെ നമ്മൾ സമീപിക്കാറുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മൾ സഹായം അഭ്യർത്ഥിക്കാറുണ്ട്. കോടതി മുഖേന നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടാറുണ്ട് അല്ലേ? അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത്. തർക്കം പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ. ക്രമസമാധാന പാലനമാണ് പോലീസിൻ്റെ ചുമതല. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരം കോടതികൾക്കാണ്. നോക്കിയേ, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. അപ്പം പരമോന്നത കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹി. സുപ്രീം കോടതിയുമായി റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾ എത്രയാണ്? 124. 124. 124 സുപ്രീം കോടതിയുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾ. ഹൈക്കോടതിയുമായിട്ട് റിലേറ്റ് ചെയ്ത ആർട്ടിക്കിൾ ആണെങ്കിൽ ഏതാണ്? 214. 214. അപ്പം കേരള ഹൈക്കോടതി സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ സുപ്രീം കോടതി ന്യൂഡൽഹിയിൽ, ആർട്ടിക്കിൾ 124. ഹൈക്കോടതിയാണെങ്കിൽ എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്, ആർട്ടിക്കിൾ 214. 100 ഡിഫറൻസ് കേട്ടോ. ഓക്കെ. അപ്പം സുപ്രീം കോടതി ഏറ്റവും ഉന്നത കോടതി ഏതാണ്? സുപ്രീം കോടതി. അതിന് കീഴിൽ വരുന്നത് ഹൈക്കോടതി. പിന്നീട് ജില്ലാ കോടതികൾ. അതിന് താഴെ വരുന്നതാണ് കീഴ്ക്കോടതികൾ. ഓക്കെ. നിയമത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതിയുടെ മുഖ്യ ചുമതല. നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാമൂഹിക ജീവിതം സാധ്യമാകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, ബേസിക് സയൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 5th സ്റ്റാൻഡേർഡ് ഫുള്ളായിട്ട് നമ്മൾ എടുത്ത് തീർത്തിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം മുതൽ 6th സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ആകുകയാണ്.
നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ PYQ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കേരള PSC നടത്തുന്ന എല്ലാ എക്സാംസും ഇൻക്ലൂഡിങ് ടെക്നിക്കൽ എക്സാംസ് ആൻഡ് സ്പെഷ്യൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസും എടുത്ത് ഡിസ്കസ് ചെയ്ത് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് വർക്കൗട്ട് ചെയ്ത് പോകുന്നുണ്ട്. കാണാത്തവർ കയറി കണ്ടു നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ ഉടനെ പ്രൊഫഷണൽ കീയും ഫൈനൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കീയും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിൽ എൻ്റെ കണക്റ്റഡ് ഫാക്ട്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.